ഗൈസ്, ഈ ഒരു കോലത്തിൽ നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേച്ചിയുടെ ന്യൂ ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണം. പിന്നെ ടൗണിലേക്ക് കയറണം, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒപ്റ്റിക്കൽസിലേക്കാണ് കേട്ടോ. ഈ നിൽക്കുന്ന ആൾക്ക് കണ്ണിന് കുറച്ച് പ്രശ്നമുള്ളത് മൂലം നമ്മളൊരു പവർ ഗ്ലാസ് അവിടെ പോയി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പവർ ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു, കണ്ണട വെച്ചിട്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞു നല്ല സുന്ദരിയായിട്ടുണ്ട്, വെച്ചിട്ട് നല്ല മിടുക്കിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാക്സിലേക്കാണ്. ആലപ്പുഴയിൽ പുതിയ മാക്സ് ഓപ്പൺ ആയല്ലോ, പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോയതിൻ്റെ കളക്ഷനൊക്കെ നോക്കുവാണ്. അപ്പോൾ ആൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ട് നമ്മൾ എടുക്കാമല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ എടുത്തില്ല. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നിൽക്കുന്ന ആൾക്ക് കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. അപ്പോൾ ആളവിടെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ട്രയൽ ചെയ്ത് നോക്കി, പക്ഷേ ഇഷ്ടമായില്ല, എടുത്തില്ല. പിന്നെ ഈ ഒരു റീൽ എടുക്കുന്ന പ്രകടനമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് വിശന്നപ്പോഴത്തേക്ക് നമ്മൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു മന്തി സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേച്ചിയും കുഞ്ഞൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മന്തി ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്, വർത്താനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പിന്നെ മന്തി ഓർഡർ ചെയ്തിട്ട് കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മന്തിയൊക്കെ വന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കനാലിൻ്റെ സൈഡിൽ പോയിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തണലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കനാലിൻ്റെ സൈഡിലൊക്കെ പോയിരുന്നു. പിന്നെ നമുക്കിനി തിരിച്ച് ചേച്ചിയുടെ വീട്ടിലോട്ടൊക്കെ പോകണം. അപ്പോൾ അത്രയുള്ളൊക്കെ ബൈ.